രാവിലെ 6 മണിയായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ മഴ. സാധാരണഗതിയിൽ ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേൽക്കാറില്ല കേട്ടോ. ഞാൻ 7 മണിയായിട്ടേ എഴുന്നേൽക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഉറക്കം വരാത്തത് കൊണ്ട് വെറുതെ ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ദേ മഴ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും എൻ്റെ കൂടെ ഒരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോള് അവൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ചെളിവെള്ളത്തിലൊക്കെ ചാടി കളിച്ചു, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി ഓടി വന്നു. അതിനുശേഷം വീണ്ടും ചെളിയിൽ കളിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഞാൻ ചീത്ത പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പ്രായത്തിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമല്ലേ. അപ്പോൾ അവളൊരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ കണ്ണടയ്ക്കാറുണ്ട് കേട്ടോ. അവളെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റാറില്ല. മഴയായാലും വെയിലായാലും മഞ്ഞായാലും അവൾ ആസ്വദിക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുന്ന പല അമ്മമാരും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഉള്ളിലൊരു പേടിയാണ് പുറത്തൊക്കെ ഒറ്റയ്ക്ക് ഇട്ട് പോകാനും, അതുപോലെ മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കുമോ എന്നൊക്കെ ഒരു ആദ്യം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഞാനങ്ങ് ബലം പിടിച്ചിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുവരാറില്ല. അവളുടെ ഇഷ്ടത്തിന് കുറേയൊക്കെ അങ്ങ് വിട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അധികം കണ്ണടച്ച് വിടാറാണ് പതിവ്. ഇവിടെ ഭയങ്കര കളിയാണ്. എത്ര പറഞ്ഞിട്ടും കയറുന്നില്ല. അവസാനം ഹസ്ബൻഡ് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടോ. അങ്ങനെ അവിടുന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് അകത്തേക്ക് കയറിയത്. പക്ഷേ എനിക്ക് ഈ മഴ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്തായാലും കിച്ചണിൽ കയറണം, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിപ്പോയി കേട്ടോ. കുറച്ച് സമയമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം ലച്ചും എൻ്റെ കൂടെ വന്നു. ഒരു ചായയും കുടിച്ചു. നല്ല മഴയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ.